ആർത്തി എന്ന അന്ധതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ശ്രുതി എൻ്റെ അടുത്ത് ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുണ്ടായി. ഖാലിദ് ഹുസൈനി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ എഴുത്തുകാരൻ്റെ കഥയാണത്. 1983 അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെട്ട് അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. തീവ്രവാദികളുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ തീവ്രവാദികളുടെ സമീപനത്തിൽ മനം നൊന്ത് കഴിയുന്ന, ജീവിതം നഷ്ടപ്പെടുന്ന, വെന്തു നീറി മരിക്കുന്ന അനേകരുടെ കഥകൾ, ജീവിതങ്ങൾ കണ്ടിട്ട് മനസ്സ് മടുത്ത് അദ്ദേഹം ഒരു തരത്തിൽ ജീവൻ കൊണ്ട് അവിടെ രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് ഒരു തിന്മയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പാപമേ ഉള്ളൂ. ഓൺലി വൺ സിൻ. ആ സിൻ എന്ന് പറയുന്നത് കളവാണ്, ദ തെഫ്റ്റ്. ആ തെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന ആരുടെയെങ്കിലും ഒരു വസ്തു ആ വ്യക്തി അറിയാതെ എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം നമ്മൾ മോഷ്ടിച്ചെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആ തിന്മയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പാപത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളൊരു നുണ പറയുമ്പോൾ മറ്റൊരാളുടെ സത്യത്തിന് വേണ്ടിയുള്ള അവകാശത്തെയാണ് നമ്മൾ എന്താ പറയുക, കട്ടെടുക്കുന്നത്. വെൻ യു ടെൽ എ ലൈ, you actually steal the right of somebody else to truth. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, when you kill a person, you're actually stealing the right of that person's family members, maybe his wife for her husband, maybe the husband for his wife, children for their father. അപ്പോൾ അവർക്കെല്ലാം ചില അവകാശങ്ങളുണ്ടായിരുന്നു. ആ അവകാശങ്ങളാണ് നമ്മൾ ഇതുവഴിയായിട്ട് എന്താ പറയുക, കട്ടെടുത്തത് അല്ലെങ്കിൽ മോഷ്ടിച്ചത്. മലയാളത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, കവർന്നെടുക്കുക. പ്രത്യേകിച്ച് റേപ്പിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ മാനം കവർന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. സെക്ഷൽ ഹാരസ്മെൻറ്റിൽ ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ മാനം കവർന്നു. സോ യു ആർ സ്റ്റീലിംഗ് ആക്ച്വലി ദ ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഹാരസ്മെൻറ്റ്. മാനം കവർന്നെടുക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ധ്വംസിക്കുകയല്ല യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത്. നമ്മൾ നിയമലംഘനം വഴിയായിട്ട് അവരുടെ ആ അവകാശം നമ്മൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ തെഫ്റ്റ് ഓഫ് ദെയർ റൈറ്റ് ടു ഡിഗ്നിറ്റി. ഇറ്റ്സ് എ തെഫ്റ്റ് ഓഫ് ദെയർ റൈറ്റ് ടു ട്രൂത്ത്. ഇറ്റ് ഇസ് എ തെഫ്റ്റ് ഓഫ് സംബഡി എൽസസ് റൈറ്റ് ടു ഹാവ് ദ കമ്പനി ഓഫ് ദ പേഴ്സൺ ആൻഡ് സോ മെനി തിങ്സ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വളരെ ലളിതമായിട്ട് ചിന്തിക്കാവുന്ന കൊച്ചു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഖാലിദ് ഹുസൈനിയുടെ ഈ വലിയ ആത്മകഥയിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊരു വ്യക്തിയോട് അനീതിയോടെ പെരുമാറുമ്പോൾ ആ വ്യക്തിക്ക് നീതിക്കുള്ള അവകാശമാണ് നിഷേധിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ അധിക്ഷേപിക്കുമ്പോൾ ആ വ്യക്തിയുടെ അന്തസ്സിനുള്ള അവകാശമാണ് നിഷേധിക്കുന്നത്. നമ്മളൊരു വ്യക്തിയുടെ തുല്യതയ്ക്കുള്ള അവകാശം നിഷേധിക്കുമ്പോൾ ആ വ്യക്തിയുടെ തുല്യതയ്ക്കുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് തുല്യതയ്ക്കുള്ള അവകാശമാണ് നിഷേധിക്കുന്നത്. ഒരു വ്യക്തിയുടെ നമ്മൾ അധിക്ഷേപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹരസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ, നമ്മൾ വിധ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയെല്ലാം മറ്റുള്ളവർക്ക് അവരുടെ അന്തസ്സിനെയും അവരുടെ സ്വത്തിനെയും ഒക്കെ സംരക്ഷിക്കാനുള്ള അനുഭവിക്കാനുള്ള അവകാശത്തെ നമ്മൾ കവർന്നെടുക്കുകയാണ് ചെയ്തത്. വി ആർ ആക്ച്വലി സ്റ്റീലിംഗ് ദ റൈറ്റ് ഓഫ് ദോസ് പേഴ്സൺസ് വെൻ വി ആക്ച്വലി എൻക്രോച്ച് അപ്പോൺ ദെയർ റൈറ്റ്സ് ബൈ ഐദർ ഇൽ ട്രീറ്റിംഗ് ദം ഓർ ബൈ ഹാരസിംഗ് ദം ഓർ ടെല്ലിംഗ് എ ട്രൂത്ത് ഓർ ഡിനൈങ് ജസ്റ്റിസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതുകൊണ്ട് ഇത് വലിയ തത്വത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പരസ്പരമുള്ള അവകാശങ്ങളെക്കുറിച്ചും മക്കളോടുള്ള അവകാശങ്ങളെക്കുറിച്ചും ബന്ധുജനങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ചുറ്റുപാടുമുള്ളവരുടെ അവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ഈ പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കാം. നമ്മൾ കവർന്ന് എടുക്കുന്നവരാണോ അതോ നമ്മൾ സംരക്ഷകരാണോ? സംരക്ഷകരായിക്കൊണ്ട് നല്ല മനുഷ്യരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.